ഇന്ന് വൈകുന്നേരത്തെ അടിച്ചുവാരലും തുടക്കലും അലക്കലും കാര്യങ്ങളൊക്കെ നേരത്തെ കാലത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടിച്ചെന്ന് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ച് കയറിയപ്പോഴാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ഐനൂസിന് മാഗി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്കുള്ള മാഗി ഇതേ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കുള്ള 1/2 ഗ്ലാസ് ചായയും കൂടി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഐനൂസ് കട്ടൻ ചായ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് കാച്ചുന്നില്ല, എനിക്ക് മാത്രമുള്ളത് കാച്ചുന്നുള്ളൂ കേട്ടോ. വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. പിന്നെ മാഗി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് തുണികൾ തിരുമ്പിയതുണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുവന്ന് ബെഡിലിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് അവിടെ കിടക്കട്ടെ. പിന്നെ നമ്മൾ ചായ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനിതൊരു ഗ്ലാസ്സിലോട്ട് പകർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഐനൂസിൻ്റെ സൗണ്ടൊന്നും കേൾക്കണ്ടായപ്പോൾ ഞാൻ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആളെന്തോ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് തുണികൾ നമ്മളെ ജനലിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൈയോടെ അങ്ങോട്ട് മടക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടീപ്പോയി തുടക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൈയോടെ തുടച്ചിട്ട് വീണ്ടും കിച്ചണിൽ വന്നിട്ട് ഒരു മുട്ടയും കൂടെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ മാഗിയിൽ ഈ മുട്ട പൊരിച്ചത് ഇങ്ങനെ ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ സോഫ സെറ്റിൻ്റെ കവറും ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞാൻ അതെല്ലാം ഒന്ന് വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. എനിക്കിനി ആ ഒരു പണി മാത്രമേ ഉള്ളൂ. രാത്രിത്തേക്കുള്ള പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാഗി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. മാഗി ഇതാ ചൂടാറാൻ വേണ്ടിയിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ, ഫാൻ ഇട്ടിട്ട്. അതിനൂസ് ആദ്യം കൊണ്ടുവന്ന് വെച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാട്ടോ അവൾ കണ്ടത്. കുറേ നാളെത്തിയിട്ടാട്ടോ നമ്മൾ മാഗി ഉണ്ടാക്കുന്നത്. അങ്ങനെ എപ്പോഴൊന്നും നമ്മൾ മാഗി ഉണ്ടാക്കാറില്ല, കാരണം ഇത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ നാളെത്തിയിട്ടായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാഗി കഴിച്ചപ്പോൾ. നമ്മുടെ ഐനൂസിന് ഭയങ്കര ഇഷ്ടമാട്ടോ മാഗി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാഗി എല്ലാം കഴിച്ചപ്പോഴത്തേക്ക് ആൾ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴാണെന്നുണ്ടെങ്കിലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ആകെ മഴക്കാറൊക്കെ വന്ന് ആകെ മൂടിക്കെട്ടി നിൽക്കായിരുന്നു. പിന്നെ മാങ്ങ പോയി കൊടുക്കുന്നുണ്ടായിരുന്നു. ബാങ്ക് കൊടുക്കണത് കുറച്ച് നേരം കേട്ട് നിന്നിട്ട് അകത്തോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഐനൂസിന് നല്ല രീതിക്ക് കൊതുക് അടിക്കണ്ടായിരുന്നില്ല. പിന്നെ അവൾക്കൊരു ഷോളും കാര്യങ്ങളൊക്കെ വിരിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നില്ല കഴുകാൻ വേണ്ടിയിട്ട്. അതെല്ലാം അങ്ങോട്ട് കഴുകി വെച്ചിട്ട് ഞാൻ നേരെ കിച്ചൻ്റെ വാതിലും ജനലൊക്കെ പൂട്ടിയിട്ട് ഞാൻ വീണ്ടും ഒന്ന് പുറത്തു പോയി നോക്കിയപ്പോഴാണെങ്കിലോ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നിട്ട്. നല്ല ശക്തിയുള്ള മഴ എന്ന് പറയാൻ പറ്റില്ല, നല്ല മഴത്തുള്ളി നല്ല കട്ടികളോട്ട് നല്ല മഴത്തുള്ളി നല്ല ശക്തിയുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വണ്ടിയൊക്കെ ഒരു സൈഡിലോട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. മഴ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് കിട്ടും. അതുകൊണ്ട് വണ്ടിയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ട് തുണി ഉണ്ടല്ലോ മടക്കാനുള്ള തുണി കൈയോടെ മടക്കിയിട്ട് ഇത് അലമാരിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും സോഫ സെറ്റിയുടെ വിരിപ്പും കാര്യങ്ങളൊക്കെ വിരിച്ചു കൊടുക്കാണ്ട് അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൈയോടെ വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സോഫ സെറ്റിയുടെ വിരിപ്പ് എന്തായാലും ഇപ്പോൾ വിരിക്കാൻ പറ്റില്ല, നമ്മുടെ ഐനൂസ് എണീക്കാണ്ട് എന്തായാലും വിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം വിരിച്ച് കഴിഞ്ഞിട്ട് ഞാനെന്താ അപ്പോൾ അത്രയുള്ള